ഈ കാണുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അതിരപ്പള്ളിക്ക് അടുത്തുള്ള പൊരിങ്ങൽകുത്ത് ഡാമിനോട് അനുബന്ധിച്ചുള്ള ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവാണ്. ഇന്ന് ഒരു ദിവസത്തെ ഒരു താമസത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ഏതാണ്ട് 5 മണി സമയം കഴിഞ്ഞിരിക്കുന്നു. അതിപുരാതനമായ ഒരു കെട്ടിടം ആണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1935-38 കാലഘട്ടങ്ങളിൽ പണിത ഒരു പുരാതന ബംഗ്ലാവാണിത്. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണിവിടെയുള്ളത്. ചുറ്റിനും ചെടികൾ, മനോഹരമായ ഒരു ലോണ് ഉണ്ട്. ചുറ്റും വലിയ വനമേഖലയാണ്. ഏറ്റവും വലിയൊരു സർപ്രൈസ് ഉള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ കാണുന്നത് പൊരിങ്ങൽകുത്ത് ഡാമിൻ്റെ വിശാലമായൊരു കാച്ച്മെൻ്റ് ഏരിയയാണ്. നമുക്ക് മുകളിൽ നിന്നും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. ചുറ്റും മലനിരകൾ, കടുത്ത പച്ച നിറമാർന്ന നിത്യഹരിത വനങ്ങളാണ്, നിത്യഹരിത വനമേഖലയാണ് ഇവിടെയുള്ളത്. കോടമഞ്ഞ് ഊർന്നിറങ്ങിയിരിക്കുന്നു. അതിസുന്ദരമായ ഒരു സായാഹ്നം ആണ് ഇവിടെയുള്ളത്. കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ചുറ്റിനും നല്ല വനമേഖലയാണ്. ഒരു വനമേഖലയുടെ മധ്യത്തിലാണ് ഇതുള്ളത്. റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. പ്രത്യേക അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയൂ. ഞാൻ ഈ ബംഗ്ലാവിൻ്റെ കൂടുതൽ വിശദമായ ഒരു കാഴ്ചയിലേക്ക് പോകാം. ചുറ്റിനും വളരെ വിശാലമായ വരാന്തയോടുകൂടിയ ഒരു കെട്ടിടമാണിത്. ഉള്ളിലേക്ക് വുഡൻ ഫ്ലോറിംഗ് ആണ്. റൂമുകളൊക്കെ വുഡൻ ഫ്ലോറിംഗ് ആണ്. ഏത് കാലാവസ്ഥയും, തണുത്ത കാലാവസ്ഥയായാലും ചൂട് കാലാവസ്ഥയായാലും അതിനെല്ലാം അനുയോജ്യമായ ഒരു പ്രത്യേക തരത്തിലുള്ള കൺസ്ട്രക്ഷനാണിത്. ചൂട് കാലത്ത് തണുപ്പായിരിക്കും, തണുപ്പ് കാലത്ത് ശീതോഷ്ണമായിട്ടുള്ള ഒരു കാലാവസ്ഥ കിട്ടത്തക്ക തരത്തിലാണ് ഇവിടുത്തെ ഈ കൺസ്ട്രക്ഷൻ. കനം കൂടിയ ഭിത്തിയാണുള്ളത്. കരിങ്കല്ല് കൊണ്ടുള്ള ഒരു നിർമ്മാണ ശൈലിയാണ്. മനോഹരമായ ഒരു പുൽത്തകിടിയും അതിനോടനുബന്ധിച്ചൊരു ഉദ്യാനവും ഒക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിവിശാലമായ ഒരു മുറ്റം ആണ് ഇവിടെയുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഉള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു സവിശേഷത ഇങ്ങനെയാണ്. കുരങ്ങന്മാരൊക്കെ ചുറ്റിനും ധാരാളം കുരങ്ങുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ശില്പങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ചുറ്റും ഒരു വനമേഖലയാണ് ഇവിടെയുള്ളത്. നിരവധി കോടമഞ്ഞ് ഊർന്നിറങ്ങിയ കുന്നുകളും പർവ്വതങ്ങളും അതിനെ പുതച്ചിരിക്കുന്ന പച്ച പിടിച്ച വനമേഖലയും സുന്ദരമായ ഒരു സായാഹ്നമാണ് ഇവിടെ നിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇതിങ്ങോട്ട് വരുന്ന റോഡാണിത്. പൊരിങ്ങൽകുത്ത് ഹൈവേയിലേക്ക് വരുന്ന റോഡാണിത്. താങ്ക് യു.